ഇന്ന് രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ മൂവാറ്റുപുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുവമ്പ്ലാവിലെ അമ്പലത്തിലേക്കാട്ടോ വന്നത്. എൻ്റെ അച്ഛൻ്റെ ബലിയാണ് ഇന്ന്. അപ്പം ഇവിടെയാണ് ബലി ഇടാറുള്ളത്. അപ്പോൾ ദേ ഇവിടെ ആട്ടോ ബലി ഇടുന്ന സ്ഥലം. അപ്പോൾ ദേ ബലിയൊക്കെ ഇട്ടു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നന്ദു വണ്ടിയായിട്ട് വന്നു. അനന്തോഷിൻ്റെ അടുത്തേക്ക് പാലായിലേക്ക് പോകാനുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ ദേ പോണ വഴിക്കൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ദേ അനന്തോഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെന്നപ്പോൾ തന്നെ ചിറ്റ ചായയായിട്ട് വന്നു. അപ്പോൾ ദേ ചായ കുടിച്ച് അവിടെ കുറച്ച് നേരം അവനോട് സംസാരിച്ചൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അവനെ വിളിച്ച് പാലാ ടൗണിലേക്ക് പോവാണ്. കൊച്ചച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലായിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം എന്തായെന്ന് അറിയാൻ വേണ്ടി ചുമ്മാ ഇറങ്ങിയതാണ്. പോണ വഴിക്കല്ല ഇപ്പോഴും വെള്ളക്കെട്ടുകൾ കാണാമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു വഴിയാണ് ടൗണിലേക്ക് പോയത്. ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ടാവാൻ ബാക്കിയെന്ന് പറഞ്ഞ് ഞങ്ങൾ പഴയടഞ്ചിയിൽ വന്നേക്കാണ്. അവിടെ കയറി ഒരു സദ്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സദ്യ വന്ന് നല്ല സൂപ്പർ പരിപ്പും അതുപോലെ തന്നെ കാളനൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. അവരുടെ സദ്യയെക്കുറിച്ച് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ടൗണിലേക്ക് ഇറങ്ങിയേക്കുവാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലെ വെള്ളമൊന്നും ഇറങ്ങിയിട്ട് അതുപോലെ തന്നെ പുഴയിലെ വെള്ളവും വീണ്ടും വീണ്ടും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴ ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടില്ലല്ലോ. എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. എന്നാൽ പിന്നെ ഭരണങ്ങാനം പള്ളിയുടെ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നേക്കാണ്. അനന്തകൃഷ്ണൻ ഇവിടുന്ന് കഴിക്കാറുണ്ട്, നല്ലതാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പൂരി മസാലയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മസാലയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ പൊറോട്ടയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു. ഞാൻ മസാല ദോശ പറഞ്ഞത്, അതും നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് കാപ്പിയും കുടിച്ച് അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.